വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു 4 മണി പലഹാരം കാണാം. 4 മണിക്ക് മാത്രമല്ല, ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ട്രഡീഷണൽ ഡിഷ്, ഇലയട. ഇലയട നമ്മൾ പലതരത്തിലുണ്ടാക്കും. സ്റ്റീം ചെയ്തുണ്ടാക്കാറുണ്ട്, ചുട്ട് എടുത്തുണ്ടാക്കാറുണ്ട്. നമ്മൾ ഇന്ന് അരിപ്പൊടി വെച്ചിട്ടുള്ളൊരു അടയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം അരിപ്പൊടി കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാം. ഒന്നര കപ്പ് വെള്ളം ബോയിൽ ചെയ്യാം. ഇവിടെ ഞാൻ ഈ ബൗളിൽ 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നത്. നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന പോലെ ഫൈനായിട്ടുള്ള അരിപ്പൊടി, അപ്പം പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന പൊടി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണിൻ്റെ ഒരു നുള്ള്, നല്ലൊരു നുള്ള് ജീരകം. ഇത്ര സാധനം ഇട്ട് വെക്കുക. വെള്ളം തിളയ്ക്കുമ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ അരിയുടെ മിക്സറിലേക്ക് ഇടാം. ഫുള്ള് ഒഴിച്ചില്ല, ഒഴിക്കേണ്ട വരും. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആഡ് ചെയ്യാം. നമ്മൾ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് ഇനി കുഴയ്ക്കണം. നല്ല മയം കിട്ടണമെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഏതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് നമുക്ക് കൈവച്ച് കുഴക്കേണ്ടതുണ്ട്. ആ ചൂട്, വലിയ ചൂടെന്ന് പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂട് പോകാനായിട്ട് ഞാൻ 10 മിനിറ്റ് വെച്ചു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഇടാം. നെയ്യ് ഓപ്ഷനിലാണ്, നെയ്യ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ നെയ്യ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ടാണ്. ഞാൻ ഇത് മാറ്റി വെക്കുകയാണ്. ഈ പാനിലേക്ക് 1/2 കപ്പ് ശർക്കര. ഞാൻ എടുത്തേക്കുന്നത് പൗഡേർഡ് ജാഗറി എന്ന് പറഞ്ഞിട്ട് കിട്ടത്തില്ല, അത് യൂസ് ചെയ്തേക്കുന്നത്, ഓർഗാനിക്. ഇത് ഒരു 80 ഗ്രാംസോളം ഉണ്ട്. ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ശർക്കര ഉരുക്കാനായിട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഏകദേശം ഒരു നൂൽ പരുവം പോലെ ആവണം. ഞാനിപ്പോൾ എടുത്തു വെച്ചേക്കുന്നത് 1/2 കപ്പ് ശർക്കര, ഏകദേശം 80 ഗ്രാംസ് വരും. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താണ് നമ്മൾ ഉരുക്കുന്നത്. ഒരു നൂൽ പരുവാവണം. ശർക്കര നന്നായിട്ട് ഉരുകി ഏകദേശം ഒരു നൂൽ പരുവായിട്ടുണ്ട്, നല്ല തിക്കായി. ഈ സമയത്ത് നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്ന 1.5 കപ്പ് തേങ്ങയാണ്, ഗ്രേറ്റഡ് കോക്കനട്ട്. നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കുക. അതിനകത്ത് വെള്ളമായി ഇല്ലാത്ത രീതിയിൽ ഡ്രൈ ആക്കി എടുക്കുക. നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇത് ഓഫ് ചെയ്തിട്ട് ജീരകം ആഡ് ചെയ്യാം. ജീരകം ഓർ ഏലക്ക ഉപയോഗിക്കാം, ഏലക്കപ്പൊടി ഉപയോഗിക്കാം. ഞാൻ കുറച്ച് ജീരകം യൂസ് ചെയ്യുന്നത്. ഒരു നുള്ള ജീരകപ്പൊടി. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തായിട്ട് നമുക്ക് അട ഷേപ്പ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ മാവ് ഒരു ഇലയിൽ പരത്തി ഫില്ലിംഗ് വെച്ച് എടുക്കാം. ഞാൻ വാഴയില ഇതേപോലെ കട്ട് ചെയ്തെടുത്തേക്കാണ്.
ഇപ്പോഴും നല്ല മയം വേണമെങ്കിൽ ഈ മാവ് നന്നായിട്ട് കുഴയ്ക്കണം. കുഴച്ച് കഴിഞ്ഞാൽ നല്ല മയം സോഫ്റ്റായിട്ടുള്ള അട ഉണ്ടാക്കിയെടുക്കും. ഒരു വലിയ ഡോ എടുത്തു, മാവെടുത്തു, കയ്യിൽ ഇച്ചിരി വെള്ളം തൊട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ്. ഇതേപോലെ ബാക്കിയുള്ള അടയും ഉണ്ടാക്കിയെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഒത്തിരി തിക്കാക്കി പരത്തി കഴിഞ്ഞാൽ നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയായിരിക്കും അടയ്ക്ക്. അപ്പോൾ എത്രയും തിന്നാണോ അത്രയും നല്ല തിന്നായിട്ടുള്ള അട കിട്ടും, സോഫ്റ്റായിട്ട് അട കിട്ടും. നമ്മൾ അടയെല്ലാം ഫില്ല് ചെയ്ത് വെച്ചു. ഈ അളവിൽ 5 വലിയ അടയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു സ്റ്റീമർ വെക്കാം. ഈ അടയെല്ലാം ഇതിനകത്തേക്ക് അറേഞ്ച് ചെയ്യാം. ഇത് അട നന്നായിട്ട് കുക്ക്ഡ് ആവുന്ന വരെ സ്റ്റീം ചെയ്തെടുക്കുക. യൂഷ്വലി ഇത് 15 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ അതിൻ്റെ പരുവം നോക്കുന്നത് നമ്മൾ ഇല ഇളക്കി നോക്കിയാൽ ഇലയെ പറ്റി പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് ഇല നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ആ ഒരു പരുവം നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുവരെ സ്റ്റീം ചെയ്തെടുക്കുക. സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ്സോളമായി. നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പം കണ്ട ഇലയിൽ നിന്ന് നന്നായി സ്മൂത്തായിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഓഫ് ചെയ്യാം. നന്നായിട്ട് കൂളായ ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. അടയെല്ലാം അത്യാവശ്യം കൂളായി. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഈ അട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ അടയെല്ലാം നമ്മൾ പ്ലേറ്റിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. നന്നായിട്ട് പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. അപ്പോൾ ചെക്ക് ചെയ്യുന്നത് ഈ ഇലയൊന്ന് റിമൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ സ്മൂത്തായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം ഇവിടെ കുക്ക് ചെയ്യുക. പിന്നെ ട്രൈ ഔട്ട് ചെയ്യുക. നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.